ഡിഗ്രി ലെവൽ എക്സാംസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഡിസ്റ്റൻ്റ് ഡിഗ്രി എടുക്കുന്നത്. അതെ, ഞാൻ ആക്ച്വലി ഡിപ്ലോമ കഴിഞ്ഞാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ. അതിനുശേഷം പി എസ് സിയിലേക്ക് ഇറങ്ങുമ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസ് ഡിപ്ലോമ കഴിഞ്ഞ ശേഷം തന്നെ ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്തിരുന്നു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഗ്രി ലെവൽ എക്സാം ഫോക്കസ് ചെയ്യണമെന്ന തീരുമാനത്തോട് തന്നെയാണ് അത് ചെയ്യുന്നത്. ഉചിതമായ സമയത്താണ് ഞാൻ പി എസ് സിയിലേക്ക് ഇറങ്ങണമെന്ന്. 2020 ശേഷം കോവിഡ് കാലഘട്ടത്തിന് ശേഷമാണല്ലോ ഈ മാറ്റങ്ങളൊക്കെ വരുന്നത്. ആ സമയത്താണ് ഞാൻ പി എസ് സിയിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് സാധിച്ചു. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. യു ഡോണ്ട് ഹാവ് ടു ബി എക്സ്ട്രീം ബട്ട് കൺസിസ്റ്റൻറ്റ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഡെയിലി ബേസിൽ ഒരു 4 മണിക്കൂർ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എഫേർട്ട് ഇടുമ്പോൾ അതനുസരിച്ച് നമുക്ക് റിസൾട്ട് എത്രയും വേഗം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. എല്ലാവർക്കും ഇന്ന് സർക്കാർ ജോലിയിലേക്ക് എത്താൻ സാധിക്കട്ടെ. എൻ്റെ പേര് ജിതിൻ കൃഷ്ണാവിയെ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ അരൂരിൽ നിന്നാണ് വരുന്നത്. ഈ കഴിഞ്ഞ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് 9ാം റാങ്കും LD ക്ലർക്ക് എക്സാമിന് 60ാം റാങ്കും കരസ്ഥമാക്കാൻ കഴിഞ്ഞു. അല്ല, ആക്ച്വലി പഠിച്ചു തുടങ്ങുമ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു യൂണിവേഴ്സിറ്റി LGS എന്ന് പറഞ്ഞ LGS ലെവൽ എക്സാമിന് വേണ്ടിയായിരുന്നു. 2003 അവസാനത്തോടുകൂടിയാണ് അതിനുവേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. ഏകദേശം ഒരു 4 മാസത്തോളം സമയം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആദ്യത്തെ PSC എക്സാം അതാണ്. അതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ പോരായ്മകളുണ്ടെങ്കിൽ തന്നെയും ആ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിച്ചു. ഒരു വലിയ കട്ട് ഓഫാണ്, 81 മറ്റായിരുന്നു അതിൻ്റെ കട്ട് ഓഫ്. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ നിലവിലെന്തോ കേസ് കാരണം അതിൻ്റെ മെയിൻ ലിസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ബേസ് കിട്ടുന്ന ആ ഒരു പ്രിപ്പറേഷനിലാണ്. ആ ഒരു ബേസോടുകൂടിയാണ് LD ക്ലർക്കിൻ്റെ പ്രിപ്പറേഷനിലേക്ക് എത്തുന്നത്. അതിൽ ഇപ്പോൾ LGSയിൽ നിന്ന് LD ക്ലർക്കൊക്കെ വരുമ്പോൾ അതിൽ മാറ്റമുണ്ടായ സിലബസിൽ പ്രത്യേകം ഫോക്കസ് ചെയ്യുക, കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അങ്ങനെയുള്ള പ്രിപ്പറേഷനാണ് LDക്ക് സ്വീകരിച്ചത്. പിന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് മോക്ക് എക്സാംസ് ആണ്. മോക്ക് എക്സാംസ് ചെയ്യുമ്പോൾ നമ്മുടെ വീക്ക് ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു റാങ്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുടെ നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ മോക്ക് എക്സാം കാര്യമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ, LGS എക്സാം ആയിക്കോട്ടെ, 10th ലെവൽ ഏത് എക്സാംസിനാണെങ്കിലും മോക്ക് എക്സാം എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അഥവാ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അതാണ്. പ്രത്യേകിച്ച് നമ്മൾ 10th ലെവൽ എക്സാമിന് ഫോക്കസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം വിട്ടുപഠിക്കാനൊന്നും തന്നെയില്ല. കാരണം കട്ട് ഓഫ് ഒക്കെ ആണെങ്കിൽ എബോവ് 70 ഒക്കെയാണ് ഈ കഴിഞ്ഞ LD എക്സാമിന് ഉൾപ്പെടെ വരുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ മാർക്ക് ഓറിയൻറ്റഡ് ആയിട്ട് സബ്ജക്റ്റ് നമുക്ക് കിട്ടാൻ മാർക്ക് നമുക്ക് തരുന്നത് റിവാർഡിംഗ് ആയിട്ട് സബ്ജക്റ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ ആർട്സ്, കൾച്ചർ അതേപോലെ സബ്ജക്ട്സ് കൂടുതലും PYQ റെഫർ ചെയ്യുക. അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിവാർഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. ഹിസ്റ്ററിയും ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഭയങ്കര വൈഡായിട്ടുള്ള ടോപ്പിക്കാണ്. അത് നമുക്ക് ഒരുപാട് പഠിച്ചാലാണ് ഒരു 5 മാർക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ആ സമയം ഈ IT ഒക്കെ വരുമ്പോൾ അത് ഭയങ്കര റിവാർഡിംഗ് ആയിട്ട് ടോപ്പിക്കാണ്. പിന്നെ കറണ്ട് അഫയേഴ്സിൽ ഇപ്പോൾ 10th ലെവൽ എക്സാംസ് കാര്യമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ റിവാർഡിംഗ് ആയിട്ട് സബ്ജക്റ്റ് ചൂസ് ചെയ്ത് അതിനുവേണ്ടി പഠിക്കുക. ഈ ആർട്സ്, കൾച്ചർ, ഹിസ്റ്ററി, ജോഗ്രഫി അതൊക്കെ കൂടുതൽ PYQ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. അത് ആക്ച്വലി എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആദ്യത്തെ LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് 4 മാസത്തോളമാണ്. അതിനുശേഷം ഒരു 6 മാസം ഞാൻ LDCയുടെ പ്രിപ്പറേഷനിലായിരുന്നു. അതായത് ഈ LGSൻ്റെ സിലബസിൽ ഉൾപ്പെടാത്ത ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള പ്രിപ്പറേഷൻ. അപ്പോൾ ഏറെക്കുറെ 1 വർഷമാണ് ഞാൻ ഈ 10th ലെവൽ എക്സാമിന് ഫോക്കസ് ചെയ്തത്. ബാക്കി 1 വർഷം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡിഗ്രി ലെവൽ എക്സാം തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. PSC യിലേക്ക് ഇറങ്ങി തന്നെ വലിയൊരു ആഗ്രഹമായിരുന്നു ഡിഗ്രി ലെവൽ എക്സാംസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത സമയത്ത് തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതും അതിൻ്റെ ഒരു പ്രൊമോഷൻ സാധ്യതയും നാളെ ഗവൺമെൻറ് പോളിസി മേക്കിങ്ങിൻ്റെ ഭാഗമായുള്ള സാധ്യതയൊക്കെ അറിയുന്നത്. അപ്പോൾ ഒരു അംബീഷനായിരുന്നു സെക്രട്ടേറിയറ്റ്സ് ക്രാക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ 1 വർഷത്തോളം ഞാൻ എടുത്തത് ഈ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയാണ്. ബാക്കി 10th ലെവൽ ഏറെക്കുറെ 1 വർഷമാണ് കൂടുതൽ ഇരുന്നിട്ടുള്ളത്. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഈ വേറെ ജോലി ചെയ്യുന്ന ആളെന്നല്ല, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് PSCക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഈ 2 വർഷം. ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഉചിതമായ സമയത്താണ് ഞാൻ PSCയിലേക്ക് ഇറങ്ങണമെന്ന്. 2020 ശേഷം കോവിഡ് കാലഘട്ടത്തിന് ശേഷമാണല്ലോ ഈ മാറ്റങ്ങളൊക്കെ വരുന്നത്. ആ സമയത്താണ് ഞാൻ PSCയിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് സാധിച്ചു. നിലവിൽ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറി പുതിയൊരു സ്ട്രാറ്റജി എടുക്കേണ്ട കാര്യം എനിക്ക് വന്നില്ല. അപ്പോൾ ഞാൻ ഇറങ്ങിയ സമയം നല്ല സമയമായിരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രസ്താവന ചോദ്യങ്ങൾ മാക്സിമം അതായത് പഠിക്കുമ്പോൾ വളരെ ഡെപ്തിൽ പഠിച്ചു പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കാൻ തീർത്ത് സാധിച്ചില്ലെങ്കിൽ തന്നെ പഠിക്കുന്ന നല്ല വൃത്തിയായിട്ട് പഠിച്ചു പോകാമെന്നാണ്. കാരണം ഒരു പോയിൻ്റിന് ഒരു ടോപ്പിക്കനുസരിച്ച് നാലോളം പ്രസ്താവന ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടല്ലോ.
അപ്പോൾ പഠിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുക, പ്രത്യേകിച്ച് SCRT NCERT നന്നായിട്ട് വായിക്കുക. ഞാൻ അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ എലിമിനേഷനൊക്കെ ചെയ്യുമായിരുന്നു. അതായത് നമ്മൾ വൃത്തിയായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് തെറ്റായൊരു പ്രസ്താവനയൊക്കെ തിരിച്ചറിഞ്ഞ് അത് വെച്ച് എലിമിനേഷൻ, ബേസിക്കായിട്ടുള്ള എലിമിനേഷൻ ഉണ്ട്. പിന്നെ പരസ്പര വിരുദ്ധമായ സ്റ്റേറ്റ്മെൻറ്റ് പല ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 2 കോൺട്രാഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു ചോദ്യത്തിന് ശരിയായിട്ട് വരണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് കണ്ടെത്താൻ സാധിച്ചാലും നമുക്ക് എലിമിനേഷനിൽ എത്താൻ സാധിക്കും. ഇല്ല, കഴിഞ്ഞ എക്സാംസിനൊക്കെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് വെയിറ്റേജ് കുറഞ്ഞു വരുന്നതാണ് കാണുന്നത്. കൂടുതലും 10th ലെവൽ എക്സാംസിനാണ് പറയണ വെയിറ്റേജിന് ഏകദേശം അടുത്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിരിക്കുന്നത്. ഡിഗ്രി ലെവൽ എക്സാംസ് വരുമ്പോൾ കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത് സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടാണ്. ഇപ്പോൾ ഒരു കോടതി വിധി അടുത്തുണ്ടായ ആ ബേസിൽ, ഇപ്പോൾ ഗവർണർ സംസ്ഥാന തർക്കം നടന്നൊരു സമയത്ത് PSCയുടെ ഫുൾ ചോദ്യം ഈ ഗവർണറിനെ, നമ്മുടെ ഗവർണർ ചുമതലകൾ, ആ ക്വസ്റ്റ്യൻ അത് ബേസ് ചെയ്താണ്. അപ്പോൾ സമകാലീന നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ടോപ്പിക്സിനെ ബന്ധപ്പെടുത്തി PSC ആണ്, അങ്ങനെയാണ് കൂടുതൽ ഡിഗ്രി ലെവൽ ചോദിച്ചു കണ്ടേക്കണം. പക്ഷേ 10th ലെവലിൽ ഡയറക്റ്റ് ഫാക്റ്റായിട്ട് തന്നെ ചോദിച്ചാണ് കണ്ടേക്കുന്നത് കൂടുതൽ. അപ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ ഉള്ള കേസുകളും ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചെടുത്ത് പഠിക്കേണ്ടതുണ്ട് ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ. അല്ല, ഡിഗ്രി ലെവൽ എക്സാംസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഡിസ്റ്റൻ്റ് ഡിഗ്രി എടുക്കുന്നത്. അതെ, ഞാൻ ആക്ച്വലി ഡിപ്ലോമ കഴിഞ്ഞാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ. അതിനുശേഷം PSCയിലേക്ക് ഇറങ്ങുമ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസ് ഡിപ്ലോമ കഴിഞ്ഞ ശേഷം തന്നെ ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്തിരുന്നു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഗ്രി ലെവൽ എക്സാം ഫോക്കസ് ചെയ്യണമെന്ന തീരുമാനത്തോട് തന്നെയാണ് അത് ചെയ്യുന്നത്. അത് ജനറൽ എക്സാംസിനെ അപേക്ഷിച്ച് ടെക്നിക്കൽ എക്സാംസ് വളരെ കുറവാണ്. അതുപോലെ നിയമനം വളരെ കുറവാണ്. അത് വർഷങ്ങൾ 5 വർഷത്തോളമാണ് ടെക്നിക്കൽ എക്സാം ലിസ്റ്റിൽ ആംഗിൾസൊക്കെ നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു സാധ്യതയുള്ള ജനറൽ എക്സാമായിട്ട് എനിക്ക് തോന്നി കൂടുതൽ. പിന്നെ ഞാനൊരു ജേർണലിസ്റ്റാണ്, പൊതുകാര്യങ്ങൾ കുറച്ച് പഠിക്കാൻ കുറച്ച് താല്പര്യമുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. യു ഡോണ്ട് ഹാവ് ടു ബി എക്സ്ട്രീം ബട്ട് കൺസിസ്റ്റൻറ്റ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഡെയിലി ബേസിൽ ഒരു 4 മണിക്കൂർ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ മോക്ക് എക്സാംസാണ് ഞാൻ എപ്പോഴും പറയുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഫോൾട്ട്സൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച മോക്ക് എക്സാം ചെയ്യുന്നതോടെയാണ്. അതുപോലെ നമ്മളെ കോമ്പറ്റീഷൻ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും കട്ട് ഓഫ് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ വർഷവും മുറുക്കുന്ന കുരുക്കാണ് PSC. അപ്പോൾ അതിൽ പെടാതെ ശ്വാസം മുട്ടിച്ചാകാതെ എത്രയും പെട്ടെന്ന് അത് ഇത്ര വർഷം കൊണ്ട് PSC ക്രാക്ക് ചെയ്യാവുന്നൊന്നുമില്ല. നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നു അതനുസരിച്ച് നമുക്ക് റിസൾട്ട് എത്രയും വേഗം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. എല്ലാവർക്കും പെട്ടെന്ന് സർക്കാർ ജോലിയിലേക്ക് എത്താൻ സാധിക്കട്ടെ.